Good morning, everyone. Good morning, teacher. Good morning, teacher. Good morning, teacher. Isn't that? Okay. Good morning, teacher. Endo? Morning, teacher. Okay, okay. Good morning, teacher. Morning, teacher. Okay, everyone, please mark your attendance. My name is. Good morning, teacher. Mark your attendance. Okay. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും ആബ്സെന്റ് ആയിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തോ കമ്പ്യൂട്ടറിന്റെ ഉദ്ദേശം അങ്ങനെയല്ല. ഇന്നത്തെ ക്ലാസ് ലിസൺ ടു മീ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ മ്യൂട്ട് ചെയ്യരുത്. ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ലീവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലീവ് ആവുന്നതിന് മുമ്പ് മിസ്സിനെ ഇൻഫോം ചെയ്യണം. അല്ല എങ്കിൽ ക്ലാസ് കഴിഞ്ഞ് എഴുതിയ ലെറ്റർ മിസ്സിന് അല്ലെങ്കിൽ ഓഫീസ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾ ഇനി മുതൽ അടുത്ത ക്ലാസ്സിൽ ഇരുത്തുള്ളൂ. കുറേ പേര് ലീവ് ആവുന്നുണ്ട് ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ. അപ്പൊ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ മിസ്സിനെ നേരത്തെ ഇൻഫോം ചെയ്യാം. ഇന്ന് തന്നെ കുറെ പേര് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇൻ കേസ് അതും പറ്റിയില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ലീവ് ലെറ്റർ എഴുതിയിട്ട് മിസ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഉപ്പാന്റെ ഉമ്മേന്റെ സൈൻ ഇട്ടിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം. സാറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാത്ത കുട്ടികളെ അടുത്ത ക്ലാസ്സിൽ കയറ്റണ്ടെന്നാണ്. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കണം കേട്ടോ. കുറെ പേര് മടി കാരണോ അല്ലാതെയൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ലീവ് ആവുന്നുണ്ട്. അങ്ങനെ ലീവ് ആവാൻ പാടില്ല കേട്ടോ. ആരാ അത് സംസാരിക്കുന്നത്? ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യ്. ഓക്കെ.
നമ്മൾ അഡീഷന്റെ വേർഡ് പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ലാസ്റ്റ് പോർഷൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് അഡീഷന്റെ ചാപ്റ്ററിൽ. നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാം. അതിൽ എല്ലാം ഒന്നും മിസ് ചെയ്യുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അഡീഷൻ. അപ്പൊ അഡീഷൻ നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ചുമ്മാ കാണുന്ന പോലെയല്ല. നമ്മൾ എത്ര പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലും എത്ര സ്പീഡിൽ നിങ്ങൾക്ക് അഡീഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ 2+3 എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് 2+3? 5. 8 + 7. 8 + 7. 15. Say that in English. 50. Okay, 9 + 9. 8. Okay, അപ്പൊ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോ 18. Okay. ഞാൻ പറഞ്ഞു അനാവശ്യമായിട്ട് അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ക്ലാസ്സിൽ വല്ലാണ്ട് നോയ്സ് വരും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അൺമ്യൂട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തു അല്ലേ? ചെയ്തായിരുന്നോ? ഫസ്റ്റ് പ്രോബ്ലത്തിന് നമുക്ക് ആൻസർ കിട്ടിയായിരുന്നോ? മമ്മി ബ്രോട്ട് 18 bananas, 24 oranges, 28 apples. ഇതല്ലേ നമ്മൾ ചെയ്തത്? Okay, then second question is that class 2 went for a picnic to Nehru Park. എന്താ ചെയ്തേ? class 2 went for a picnic. Everybody listen to me, this is really important. അതുകൊണ്ട് അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്, മിസ് പറയുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. ആരോടും സംസാരിക്കണ്ട, എന്നെ തന്നെ നോക്കാം കേട്ടോ. ക്ലാസ് 2 went for a picnic to Nehru Park. ക്ലാസ് 2 കുട്ടികളെല്ലാം ക്ലാസ് 2 എല്ലാരും കൂടെ എവിടെ പോയി? പിക്നിക്കിന് പോയി അല്ലേ, നെഹ്റു പാർക്കില്. ആൻഡ് there were 72 boys. അവർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. There were 72 boys. How many boys were there? Number of boys? 70. Okay. 72. Okay. And there were 67 girls. There were 72 boys, 67 girls, and 18 teachers. There were 72 boys, 67 girls, and 18 teachers. How many people in all went for the picnic? How many people in all went for the picnic? അപ്പൊ എന്താ നമുക്ക് തന്നിരിക്കുന്ന എന്താ? നമുക്ക് അവര് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് 2 എല്ലാരും കൂടെ പിക്നിക്കിന് പോയി അല്ലേ. And there were 72 boys. അവിടെ 72 boys ഉണ്ടായിരുന്നു പിക്നിക്കിന് പോവാൻ. 67 ഗേൾസും ഉണ്ടായിരുന്നു, 18 ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചത്. ഹൗ മെനി പീപ്പിൾ ഇൻ ഓൾ? എല്ലാം കൂടെ മൊത്തം ആകെ ഹൗ മെനി പീപ്പിൾ ഇൻ ഓൾ went for the picnic? പിക്നിക്കിന് മൊത്തം എത്ര പേര് പോയി? ഓക്കെ, ഇറ്റ്സ് എ വേർഡ് പ്രോബ്ലം. അപ്പൊ നമ്മൾക്ക് വേ എഴുതിയിട്ട് വേണം ചെയ്യാൻ. സോ സി നമ്പർ ഓഫ് ബോയ്സ് അല്ലെ, നമുക്ക് ഫസ്റ്റ് അവർ തന്ന ഇൻഫർമേഷൻ എന്താ? നമ്പർ ഓഫ് ബോയ്സ് അല്ലെ. നമ്പർ ഓഫ് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ബോയ്സ്? എന്തോ ടെക്സ്റ്റിലല്ല, ഇതിപ്പോ ക്വസ്റ്റ്യൻ ടെസ്റ്റിലാണ്. പേജ് നമ്പർ 108 എഴുതണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓക്കെ, പേജ് 108 അതില് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതില് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് എഴുതാം. നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു 72. അത് തന്നിട്ടുണ്ട് അല്ലെ ക്വസ്റ്റ്യനില്. വി നോ ദാറ്റ് ഫ്രം ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ഇൻഫർമേഷൻ എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് നമ്പർ ഓഫ് ഗേൾസ്. Number of girls equal to
67. Very good. 67. And there were teachers too. കുട്ടികൾ മാത്രമാണോ? അവരെ അക്കമ്പനി ചെയ്ത് ടീച്ചേഴ്സും പോയായിരുന്നു അല്ലേ? അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. So what? 18. So the number of teachers equal to 18. അപ്പൊ ഇത്രയും പേരാണ് പോയത്. അല്ല, ഇത്രയും ബോയ്സ് പോയി, ഗേൾസ് പോയി, ടീച്ചേഴ്സ് പോയി. അപ്പൊ അവർ ചോദിച്ചെന്താണ്, നമുക്ക് ടോട്ടൽ എത്ര പേര് പിക്നിക്കിന് പോയി എന്നാ അറിയേണ്ടത്. ഓക്കെ, ഷാൽ വി ഫൈൻഡ് ഇറ്റ്? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 72, 67, 18 ഇത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? ടോട്ടൽ കാണാൻ, ടോട്ടൽ നമ്പർ കാണാൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു add all these three numbers. അപ്പൊ മൊത്തം അല്ലെങ്കിൽ ആകെ ടോട്ടലും അങ്ങനെ ചോദിക്കാൻ, സം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ദാറ്റ്. ഓക്കെ, മൊത്തം എത്ര ഉണ്ടെന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് വി ഹാവ് ടു ആഡ് ദാറ്റ്. നമ്മളത് ആഡ് ചെയ്യാണ് വേണ്ടത്. മനസ്സിലായോ? അഡിഷൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഡു ദ അഡിഷൻ. ഇവിടെ നിന്ന് തുടങ്ങാം, പ്ലേസ് ഓഫ് വൺസ് നിന്ന് തുടങ്ങാം. സി 2 plus 7. What is 2 plus 7? 9. Very good. Now 9 plus 8. What will you get? 9 plus 8. 70. Okay. 9 plus 8, 17. 17. അപ്പൊ നമ്മൾ 17 എഴുതണോ അവിടെ? വേണ്ട അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 7 മാത്രം എഴുതും. പിന്നെ ഒരു 1 ഉണ്ടല്ലേ നമുക്ക്. ആ 1 എന്ന് പറഞ്ഞ എന്താ? ഇറ്റ്സ് അവർ ക്യാരി. 10ന്റെ പ്ലേസിലേക്ക് ഒരു ക്യാരി ആയിട്ട് പോകും അല്ലേ അത്? ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യാണ്. 1 plus 7. Very good. 8 plus 6. 8. Okay, 8 plus 6. 14. 14. Very good. 14 plus 1. 15. Okay. 15. അപ്പൊ അവര് ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? 150. Yeah, very good. 157. മൊത്തത്തിൽ എല്ലാരും കൂടെ 157 ആണല്ലേ? ഓക്കെ, നിങ്ങൾക്കില്ലേ ബേസിക് വേർഡ് പ്രോബ്ലംസ്? ഓക്കെ, സോ നമ്മൾ എഴുതണം total number of people. പേജ് നമ്പർ എത്രയാ? 108. 108. Total എത്ര പേര് അപ്പൊ പിക്നിക്കിന് പോയി? Total number of people went for the picnic equal to 157. Yeah, this is our answer. 157. Okay. 157. Okay. ഇനി ആക്ച്വലി ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യണം, പക്ഷെ ഇപ്പൊ വേണ്ട. മിസ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ. ഇപ്പൊ എഴുതണ്ട, അടുത്ത ക്വസ്റ്റ്യൻ മിസ് പറയാം. അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അത് എഴുതാൻ പോയാൽ ചിലപ്പോ സമയം പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Selvam bought 47 balloons. 47 green balloons, 36 red balloons, 28 yellow balloons. Okay, Selvam bought 47 green balloons, 36 red balloons and 28 yellow balloons for his sister's birthday party. സെൽവത്തിന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേക്ക് എന്താണ് സെൽവം? ബലൂൺസ് ആണ് കൊണ്ടുവന്നത്. ബലൂൺസ് 47 green balloons are there and red balloons 36 and 28 yellow balloons he brought. Okay, അപ്പൊ ടോട്ടൽ എത്ര ബലൂൺസ് ഉണ്ടെന്നാ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? What we have to do?
ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഓക്കെ, അതിനു മുമ്പ് ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മൾ എടുത്തെഴുതേണ്ട എന്താ? ഇപ്പൊ എഴുതണ്ട, ഞാൻ ചോദിച്ചതാ. Green balloons. നമ്പർ ഓഫ് ഗ്രീൻ ബലൂൺസ്. അങ്ങനെ എഴുതണ്ട, മൊത്തം എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ഗ്രീൻ ബലൂൺസ്. ഗ്രീൻ ബലൂൺസിന്റെ നമ്പർ അല്ലേ 47? നമ്പർ ഓഫ് ഗ്രീൻ ബലൂൺസ് 47. വെരി ഗുഡ്. ദെൻ നമ്പർ ഓഫ്, അത് കഴിഞ്ഞോ? നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എടുത്തെഴുതേണ്ടത്? Number 28. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഓഫ് green balloons. What is the number of green balloons? 47. 47. After that, green balloons നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Then പിന്നെന്താ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോ മനസ്സിലായത്? Yeah, very good. Number of red balloons. Number of red balloons is 36. കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യനില്? Is there anything else? That is 28. അല്ലേ? Number of yellow balloons 28. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? What we have to do then? ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയല്ലേ? എന്ത് ചെയ്യണം? We have to add those values. ഏതൊക്കെ values add ചെയ്യേണ്ടത്? Which are the values we have to add? ഏതൊക്കെ add ചെയ്യേണ്ടത്? Add ചെയ്യേണ്ട values പറഞ്ഞേ. 47, 36, 18. Okay, 47, 36, 28. ഇത് മൂന്നും ആണല്ലോ ആഡ് ചെയ്യുന്നത്. അത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ബലൂൺസ് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ? ചെയ്യോ? പിന്നെ ഉള്ളൊരു ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് മിസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു 1 വീക്ക് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്താൽ മതി. ഇതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ മിസ് പറഞ്ഞു തരും, നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ബാക്കി സെയിം ടൈപ്പ് വരുന്നത് നിങ്ങൾ ഒരു ദിവസം ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ ചെയ്യട്ടാ. ഈ വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, അപ്പൊ എഴുതുമ്പോ യു ഹാവ് ടു റൈറ്റ് ദ വേ ആൻഡ് അഡീഷൻ ആഡ് ചെയ്യുന്നത് വേണം. ദെൻ ഫൈനൽ ആൻസർ വേണം. ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബലൂൺസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാസ്റ്റ് വരെ ഇതുവരെ ഉള്ളത് എഴുതണം കേട്ടോ. അപ്പൊ ആ ബുക്കിലേക്ക് എഴുതേണ്ട മിസ് ഓക്കെ, ഇത് ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം, അതായിരിക്കും നല്ലത്. ഇപ്പൊ എഴുതാൻ വേണ്ടി നിന്നാല് വി വിൽ ലോസ് ടൈം. Next, there is a 4th question. Listen to me. There are 32 red pencils, 25 blue pencils, and 36 green pencils. How many pencils are there in all? Same type of question aanale. There are 32 red pencils, 25 blue pencils, and 36 green pencils. Okay, question എന്താണ്? നമ്മളോട് ചെയ്യാൻ എന്താ പറഞ്ഞേ? അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് how many pencils are there in all? How many pencils are there in all? എല്ലാം കൂടെ എത്ര പെൻസിൽ ഉണ്ട്? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചല്ലേ നമ്മള്. ഇനി നിങ്ങൾ പറ ക്വസ്റ്റ്യൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന്. Tell me what are the data given in the question. What did you understand from the question? 32 red pencil. Correct method.
number of അങ്ങനെ തന്നെ പഠിച്ചോ number of red pencils red pencil equal to number of pencil 32 okay നിങ്ങൾ ആദ്യം എഴുതണം number of red pencils അത് കഴിഞ്ഞോ എത്രയാന്ന് എഴുതണം അല്ലേ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആ number of 25 number of blue pencil 25 blue pencil 35 number of blue pencil blue pencil 25 oh sure okay number of red pencils അത് ഇതിൽ ഈസി മറ്റത് number of red pencils 36 അത് കഴിഞ്ഞ് number of blue pencils അല്ലേ blue what is the number of blue pencils how many blue pencils are there Miss yeah very good 25 then finally number of green pencil yeah what is the number of green pencil 36 number of red pencils 32 ആണല്ലേ okay now what we have to do in the next step question എല്ലാ കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി എന്താ ചെയ്യണ്ടേ എല്ലാം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കണ്ട എല്ലാം എന്ത് ചെയ്താ മതി ആഡ് ചെയ്താ മതി അല്ലേ okay good then you will get the value അപ്പൊ ആ ബലൂൺസിന്റെ ക്വസ്റ്റ്യനും പെൻസിലിന്റെ ക്വസ്റ്റ്യനും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ അത് സിമ്പിൾ ആണ് ഇന്ന് തന്നെ ചെയ്തോ ബാക്കി ഹോംവർക്ക് നാളെ കഴിഞ്ഞൊക്കെ ചെയ്യേണ്ടത് മിസ് പറഞ്ഞുതരാം ഓക്കെ അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ മെത്തേഡ് ഞാനത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരാം നിങ്ങളത് നോട്ടിലേക്ക് കോപ്പി ചെയ്യണം കേട്ടോ മിസ് ഇപ്പൊ എഴുതിയത് തന്നെ നിങ്ങൾ ഇപ്പൊ എഴുതാൻ സമയം കളയണ്ട പിന്നെ നോട്ടിലേക്ക് എടുത്ത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is that Ayla okay Miss എന്തു tell me ഇത് മൊത്തം തീർക്കണാ no first question we have done in the last class second question we have discussed that and we found out the answer and third and fourth question എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം ആ ബലൂൺസിന്റെ പെൻസിലിന്റെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം നിങ്ങൾ അതുപോലെ നോക്കി എഴുതിയാൽ മതി കേട്ടോ ഓക്കെ ആ മെത്തേഡിൽ വേണം ഹോംവർക്ക് എന്ന ക്വസ്റ്റ്യൻ എഴുതാൻ ആ വഴി ആ വേ എല്ലാം എഴുതിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഓക്കെ now next question Ayla went to Delhi for 17 days ഒരു ഗേൾ അവള് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ 17 days സ്റ്റേ ചെയ്തു ഓക്കെ ടൂർ പോയി ഓക്കെ ഫസ്റ്റ് ഡൽഹിയിൽ പോയി ഓക്കെ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം അതായിരിക്കും നല്ലത് Ayla went to Delhi for 17 days Shimla for 16 days and Jaipur for 28 days. How many days was Ayla away? Okay, ഒരു girl Ayla അവള് ടൂർ പോവാണ്. Okay, listen to me. ആരാ അവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് പാരന്റ്സ് അവിടുന്ന് സംസാരിക്കുന്നത്? Please keep quiet. Okay, listen to me.
അയല എന്ന് പറഞ്ഞൊരു ഗേള്, അവള് ടൂറ് പോയി. ഫസ്റ്റ് ഡൽഹിയിൽ പോയി, ദെൻ ഷിംല, ആഫ്റ്റർ ദാറ്റ് ജയ്പൂർ അല്ലേ. അപ്പൊ പോയപ്പോ ഓരോ സ്ഥലത്ത് കുറച്ചു ദിവസം സ്റ്റേ ചെയ്തു. ഡൽഹിയിൽ പോയപ്പോ എത്ര ഡേയ്സ് സ്റ്റേ ചെയ്തു? എത്ര ദിവസം? 17 days ഡൽഹിയിലായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ ഷിംലയ്ക്ക് പോയി. ഷിംലയിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തു? 16 days. 16 days. Okay. Then last Jaipur പോയി. She went to Jaipur. Eh? Okay, Jaipur. ഷഹബറ, you are asking something. കേൾക്കുന്നില്ല, ഒരു മിനിറ്റ് ഒന്നൂടെ പറഞ്ഞേ. സ്റ്റേ ചെയ്യാന്ന് പറയാ അവിടെ താമസിക്കില്ലേ, അവിടെ നിക്കൂലേ? ടൂർ പോയപ്പോ നമ്മള് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ അല്ലേ ഉണ്ടാവാം, അവിടെ അല്ലേ സ്റ്റേ? Okay, so we are talking about Ayla here. Okay, അപ്പൊ അയല ടൂർ പോയ ഡേയ്സ് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലെ. ഓരോ സ്ഥലത്ത് പോയി, 3 സ്ഥലത്ത് പോയില്ലേ അവള്. 3 സ്ഥലത്ത് പോയിട്ട് കുറച്ചു ദിവസം അവിടെ നിന്നു. ആ തന്നിരിക്കുന്ന ദിവസം എന്താന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോ എന്താണ് എഴുതുക? ഇവിടെ നമ്പർ ഓഫ് പെൻസിലും നമ്പർ ഓഫ് ബലൂണും അല്ല അല്ലെ, നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലെ. എത്ര ദിവസം സ്റ്റേ ചെയ്തു അല്ലെങ്കിൽ എത്ര ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു എന്ന്. സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെലവഴിക്കാന്നാണ് കേട്ടോ. സ്പെൻഡ് ചെയ്യാ, ചെലവഴിക്കാം. ഓക്കെ, okay, so in Delhi she spent how many days? Delhi. Okay, very good. 17 days. Oh, she was in Delhi for 17 days. Then in Shimla she spent 60 days. Yeah, 60 days. Okay. In Jaipur she spent 28 days. Okay. Very good. ഇനി നെക്സ്റ്റ് ലൈനിലാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, for how many days was Ayla away? For how many days was Ayla away? അവള് വീട്ടിൽ നിന്ന് എത്ര ദിവസം മാറി നിന്നു എന്നുള്ളതാണ് അല്ലെ. കുറെ ദിവസം ഡൽഹിയിലും ജയ്പൂരിലും ഷിംലയിലായിരുന്നല്ലോ അല്ലെ. അപ്പൊ എത്ര ദിവസമായിരുന്നു എന്താ ടൂറിന് വേണ്ടി സ്പെൻഡ് ചെയ്തെന്നുള്ളത് കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? How can we find the number of days? Add ചെയ്യണം. ഏതൊക്കെ values? We need to add some values. Okay, 17, 16. Okay, നമുക്ക് സിമ്പിൾ ആയിട്ട് അഡീഷൻ ചെയ്യാം. നിങ്ങൾ അഡീഷന്റെ കാര്യം, അഡീഷൻ ആണല്ലോ മെയിൻ. അപ്പൊ മെയിൻ നമുക്ക് അഡീഷനിലേക്ക് കടക്കാം. ഇതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണ്ടേ? അപ്പൊ ആഡ് ചെയ്യാണ്ട് നിങ്ങൾ ഇത് പഠിക്കില്ലല്ലോ. സോ 17, then 16, then what is the next value? 28. Very good. Let's add that. 28. Okay. 28. So, shall we add this? Now, let's start from the place of ones. Here it is 7. What is the value of 7 plus 6? 7 plus 6 equal to? 30. Oh, good. Now, okay. 13 plus 8? 21. 13 plus 8, 21. Very good. അപ്പൊ നമ്മള്
Do we need to write 21 there? 21 എഴുതണോ അവിടെ? Do we need to write 21 over there? Okay, we will write 1 over there. 21 1 നമ്മൾ എഴുതും. പിന്നെ 10ന്റെ പ്ലേസിൽ 2 എന്ത് ചെയ്യും? We'll make it a carry ആക്കും അല്ലേ? It's a മൊത്തം പോയി. 61 days. 2 is the carry. It is 2. ഞാൻ എഴുതി വന്നപ്പോ ഡക്കിനെ പോലെ. No problem. Okay. 2 plus 1. 21 ലെ 1 നമ്മൾ എഴുതി 2 carry ആക്കി അല്ലേ? 2 plus 1. 3 plus 1. 4. Okay. 4 plus 2. 61 days. 6. Okay. 61. 61. Okay. So 61 is our answer. 61 days ആയിരുന്നു അയല ടൂർ അല്ലേ? ഡൽഹിയിലും ജയ്പൂരും ഷിംലയിലും സ്പെൻഡ് ചെയ്ത ഡേയ്സ് എത്രയായിരുന്നു? എല്ലാം കൂടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 61. Okay, good. Next. Okay. Next question. Listen to me carefully. നമുക്ക് 5 minutes ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. So everybody listen to me. Neeta made 25 paper caps. Neeta made 25 paper caps. Geeta made 28 paper caps. Okay? And Rita made 34 paper caps. ഓക്കെ, 3 ഫ്രണ്ട്സ് ഉണ്ട്. അവർ പേപ്പറും ഉണ്ട്, ക്യാപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നെഹ്റുവിന്റെ പോലത്തെ പേപ്പർ ക്യാപ്പ് ആയിരിക്കും മേ ബി. ആക്കാണ്. നീത 25 പേപ്പർ ക്യാപ്സ് ആക്കി. ഗീത മെയ്ഡ് 28 പേപ്പർ ക്യാപ്സ് ആൻഡ് റീത മെയ്ഡ് 34 പേപ്പർ ക്യാപ്സ്. ഓക്കെ, അവർ 3 പേര് 3 സൈഡിൽ ഇരുന്ന് ആക്കി, പേപ്പർ ക്യാപ്സ് ആക്കി. എല്ലാരും കൂടെ കൂടി ഇരുന്നിട്ട് അവർ കൗണ്ട് ചെയ്യണം എല്ലാ പേപ്പർ ക്യാപ്പ്. അപ്പൊ അവർ മൊത്തം എത്ര എണ്ണം ആക്കി, എല്ലാരും കൂടെ എത്ര ആക്കി എന്നുള്ളത് കൗണ്ട് ചെയ്യണം. സോ ഹൗ മെനി പേപ്പർ ക്യാപ്സ് ഡിഡ് ദേ മേക്ക് ഇൻ ഓൾ? പറഞ്ഞേ. ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞേ മിസ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം. ഫസ്റ്റ് എന്താ? Okay, number of paper caps made by Neeta. Number of paper caps made by Neeta. Neeta ആക്കിയ paper caps number അറിയണല്ലേ? That is 25. Okay. 25. Then 25. Very good. Then we have Geeta. Number of 25. Okay, number of paper caps made by Geeta. 28. Number of paper caps made by Geeta. 28. Okay, very good. And number of paper caps made by Rita. Paper cap 34. Very good. 34. ആക്ച്വലി എല്ലാവരും ആക്കിയത് പേപ്പർ ക്യാപ്സ് ആണല്ലേ? പക്ഷെ ഇതില് എന്താ നമ്മൾ ചെയ്തേ? ഓരോ ആളും ആക്കിയ പേപ്പർ ക്യാപ്സിന്റെ എണ്ണം നമ്മൾ ടോട്ടലി കൗണ്ട് ചെയ്യാണ് അല്ലേ? സോ ഹൗ മെനി പേപ്പർ ക്യാപ്സ് ഡിഡ് ദേ മേക്ക് ഇൻ ഓൾ? അപ്പൊ എല്ലാരും കൂടെ ആക്കിയതാണ് നമുക്ക് കാണേണ്ടത്. സോ ഹൗ വി വിൽ ഡു ദാറ്റ്? വാട്ട് വി ഹാവ് ടു ഡു? Okay. We need to add all those values alle. We need to add the 3 values. Okay, what are the 3 values that we need to add? What are the 3 values?
Go. 25 plus 28 plus 34. Okay, 25, 28 and 34. Okay. 34. We are adding these three values. നമ്മളത് മൂന്നും ആഡ് ചെയ്യാൻ പോവാണ്. Are you ready? Okay, let's do the addition. We have only 1 minute left. 1 മിനിറ്റിനുള്ളിൽ ചെയ്യണേ. Okay, പെട്ടെന്ന് പറഞ്ഞു. 5 plus 8. What is 5 plus 8? 35. 35. 5 plus 8. Okay. 13 plus 4. 70. Okay. Let's write 7 over there. 17 le 7 മാത്രമേ നമ്മൾ എഴുതുള്ളൂ. We will write the 7 over there. And 1 will be our carry. 17 le 7 എഴുതും. 10 ന്റെ പ്ലേസിൽ 1 നമ്മൾ carry ആക്കും അല്ലേ? Okay. Let's do it again. Here. Let's start. 1 plus 2. 3 plus 2. 3 plus 2. Oh, very good. 5 plus 3. Okay. Then what's our answer? 87. Okay, very good. That is our answer, 87. Okay. നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഒരു പീരീഡും കൂടി ഉണ്ട്. അത് ഞാൻ മാത്സിന് എടുക്കാം കേട്ടോ. നമുക്ക് ഈ ചാപ്റ്റർ ഇന്ന് തീർക്കാം. AI യുടെ ക്ലാസ് ഞാൻ ഫ്രൈഡേ എടുക്കാം.